Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് ഡെഡ് ഫോണിനെ കുറിച്ചാണ്. ഒരു ഫോൺ ഓൺ ആകാത്ത അവസ്ഥയാണ് ഡെഡ് ഫോൺ എന്ന് പറയുന്നത്. അതായത് ഫോണിന് യാതൊരു റെസ്പോൺസും കാണത്തില്ല, പൂർണ്ണമായിട്ടും ഡെഡ് ആയിരിക്കും, ഒരു ലോഗോ പോലും കാണത്തില്ല. അത്തരം കണ്ടീഷനുകളെയാണ് ഡെഡ് ഫോൺ എന്ന് പറയുന്നത്. ഡെഡ് ഫോൺ പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു ഡെഡ് ഫോൺ കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെ റെഡിയാക്കും, അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, എന്താണ് കംപ്ലയിൻറ്റ് എന്നുള്ളത് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, അത് റെഡിയാക്കുന്ന രീതികളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണ് പൊളിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കാം. ഇത് ലെനോവ K8 നോട്ട് എന്ന് പറയുന്നൊരു ഫോണാണ്. ഇത് ഡെഡ് കണ്ടീഷനിലായിട്ടാണ് വന്നത്, അതായത് ഫോൺ ഓണാകാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ ഫോൺ ഓണാകാത്ത കണ്ടീഷനിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഫർദർ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഫോൺ ഡെഡ് കണ്ടീഷനിൽ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ബാറ്ററിയാണ്. ബാറ്ററി ഓൾറെഡി ചെക്ക് ചെയ്തപ്പോൾ 4.something വോൾട്ട് ഉണ്ട്. ഏകദേശം 3.7 താഴോട്ടാണ് ബാറ്ററിയുടെ വോൾട്ട് എങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററി ബൂസ്റ്റ് ചെയ്തതിനു ശേഷം ഒന്നും കൂടി ചെക്ക് ചെയ്യുക. അപ്പം ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഫോൺ ഡെഡ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ബാറ്ററി ചെക്ക് ചെയ്തു. ബാറ്ററി 4.something ഉള്ളത് കൊണ്ട് തന്നെ ബാറ്ററി ഗുഡാണ്, കുഴപ്പമില്ല എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഏതെങ്കിലും ബോർഡ് ഷോട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ബോർഡ് ഷോട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ബാറ്ററിയുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്ത ശേഷം ബാറ്ററിയുടെ പോസിറ്റീവ് മൈനസും തമ്മിൽ രണ്ടും കൂടെ നമ്മുടെ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടോ, ബീപ്പ് സൗണ്ട് വരുന്നുണ്ട്. ബീപ്പ് സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോർഡ് ഷോട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ബോർഡ് ഷോട്ട് ഉണ്ടെങ്കിൽ ഫോൺ ഓൺ ആകത്തില്ല, ഡെഡ് ആവും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഷോട്ട് എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ CC ബോർഡും ഇവിടെ ചാർജിങ് കണക്ടർ ബോർഡും CC ബോർഡും തമ്മിലുള്ള മദർ ബോർഡും തമ്മിലുള്ള കണക്ഷൻ ആദ്യം കട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ കണക്ടർ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കി എല്ലാ ക്യാമറ തുടങ്ങിയ എല്ലാ അക്സസറീസുകളും എക്സ്ട്രാ അക്സസറീസുകളുമായിട്ടുള്ള കണക്ഷൻ ആദ്യം കട്ട് ചെയ്യുക. കാരണം അപ്പോൾ അതിൻ്റെ വല്ലതും ഷോർട്ടാണോ എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബാക്കി മദർ ബോർഡ് മാത്രമാക്കിയിട്ട് ബാക്കി എല്ലാ കണക്ഷനും കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഷോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മദർ ബോർഡ് സംബന്ധമായിട്ടുള്ള ഷോർട്ടാണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ അതിനായിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മദർ ബോർഡിൻ്റെ എവിടെയാണ് ഷോർട്ട്, ഏത് ഭാഗത്താണ് ചോദിച്ചത്, IC ആണോ അല്ലെങ്കിൽ കപ്പാസിറ്റർ ആണോ റെസിസ്റ്റർ ആണോ അല്ലെങ്കിൽ കോയിലാണോ ഡയോഡാണോ, അങ്ങനെ ഒരുപാട് കമ്പോണൻസുകളുണ്ട്. ഇതിൽ എവിടെയാണ് ഷോർട്ട് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് 3 മാർഗ്ഗങ്ങളാണുള്ളത്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ബോർഡ് മാത്രമായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുക. മദർ ബോർഡ് മാത്രമായിട്ട് ഇളക്കിയെടുക്കുക. ഞാൻ കാണിച്ചുതരാം. മദർ ബോർഡ് ഇപ്പോൾ ഷോർട്ട് തന്നെയാണ്, ഇപ്പോഴും ഷോർട്ടുണ്ട്. കണ്ടോ, ഈ ബോർഡിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ മദർ ബോർഡിൽ എവിടെയാണ് ഷോർട്ട് എന്ന് കണ്ടുപിടിക്കാൻ 3 മാർഗ്ഗങ്ങളാണ് സാധാരണഗതിയിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് കോൾ ടെസ്റ്റ്, രണ്ടാമത് ഹോട്ട് ടെസ്റ്റ്, മൂന്നാമത് ഷോർട്ട് കില്ലർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കോൾ ടെസ്റ്റ് ഹോട്ട് ടെസ്റ്റ് ഈ 2 ടെസ്റ്റിൽ നമുക്ക് ഷോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഷോർട്ട് കില്ലർ യൂസ് ചെയ്യാവൂ. ഫസ്റ്റ് തന്നെ നമ്മുടെ ഫോണ് ബോർഡ് എടുത്തു, ബോർഡ് ഷോർട്ട് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, ഉടൻ തന്നെ നമ്മൾ ഷോർട്ട് കില്ലർ യൂസ് ചെയ്ത് ഷോർട്ട് റിമൂവ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം വളരെ ചെറിയ കമ്പോണൻസുകൾ, കപ്പാസിറ്ററോ റെസിസ്റ്ററോ അങ്ങനത്തെ ചെറിയ കമ്പോണൻസുകളാണ് ഷോർട്ട് തന്നെയെങ്കിൽ നമുക്കത് ഷോർട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഷോർട്ട് കില്ലർ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ വലിയ ICകൾ എന്തെങ്കിലുമൊക്കെ ഷോർട്ടാണെങ്കിൽ നമ്മൾ ഷോർട്ട് കില്ലർ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ICയുടെ പ്രിൻറ്റ് കട്ടായി പോകാൻ, പ്രിൻറ്റ് ഡാമേജ് ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ ഡാമേജ് ആയി പോവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഈ ബോർഡ് കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോൾ ടെസ്റ്റും ഹോട്ട് ടെസ്റ്റും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം കോൾ ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആദ്യം മൾട്ടിമീറ്ററിലെ ബീപ്പ് മോഡിൽ ഇട്ടതിന് ശേഷം അപ്പോൾ എന്താണ് ഹോട്ട് ടെസ്റ്റ്, എന്താണ് കൂൾ ടെസ്റ്റ്, ഷോർട്ട് കില്ലർ ഉപയോഗിക്കുന്ന രീതികളും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കാരണം വീഡിയോ ലെന്ത് വളരെയേറെ കൂടി പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. ഫർദറായിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം തന്നെ മൊബൈൽ സംബന്ധമായിട്ട് ഫർദറായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പല എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ബൈ.